ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതായത് ഇത് നമ്മുടെ കറ്റാർ വാഴയുടെ ഇതാണ് കറ്റാർ വാഴ. പിന്നെ ഇത് നമ്മൾ ഒരു കുറച്ച് വെള്ളത്തിലോട്ട്, അതായത് ഉണ്ടോ ഒരു ഇത്രയും വെള്ളം എടുത്താൽ മതി. പിന്നെ നമ്മളൊക്കെ അത് ഡൈല്യൂട്ട് ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ നമ്മൾ ഈ വെള്ളത്തിൽ അങ്ങനെ ഞെരടി വെക്കുക. ഒരു മണിക്കൂറൊക്കെ ഞെരടി വെച്ചാൽ മതി. ചിലരിത് മിക്സിയിൽ അരയ്ക്കുന്ന കാണാം, പക്ഷെ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടി ഒരു ഒറ്റ മണിക്കൂർ വെക്കും. എന്നിട്ട് ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ എൻ്റെ ഓർക്കിഡിൻ്റെയൊക്കെ പിന്നെ റൂട്ടും ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കറ്റാർവാഴ പിന്നെ വെള്ളത്തിൽ ഞെരടി വെച്ച് പിന്നെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് കണ്ടോ? എൻ്റെ ഫെനലോപ്സിസ് ആണിത്. അതായത് ഒരു പഴയ, ഇതിപ്പോൾ ഒരു 10-17 വർഷം ആയിട്ട് എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റ്സാണ്. ഒരു ഡാമേജും ഇല്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. ഫുള്ള് ഞാൻ കരിയിലാണ് പോട്ട് ചെയ്തിരിക്കുന്നത്, ക്ലേ പോട്ടിനകത്താണ്. ഞാൻ എൻ്റെ ഒരു 10-30ഓളം പ്ലാന്റ്സുകൾ ഇതുപോലെ ക്ലേ ബോട്ടിലാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുറച്ച് നമുക്ക് അല്ലാത്ത രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, റൂട്ടൊക്കെ കണ്ടോ, നല്ല കരുത്തിൽ. ഒരു 3 ദിവസം കൂടുമ്പോഴാണ് ഞാനിത് ചെയ്യാറ് ഫെനലോപ്സിന്. അല്ലാത്ത പ്ലാന്റ്സിന് അപ്പോൾ 1-2 ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നനയ്ക്കുമ്പം കറ്റാർവാഴ ഇങ്ങനെ ഞെരടി വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കാറുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഭംഗിയായിട്ടാണ് റൂട്ടും വരുന്നത്, പ്ലാന്റ്സിൻ്റെ വളർച്ച. ഇതുണ്ട്, ഈ ഡ്രൈക്കകത്ത് ഒഴിച്ചോടിടും. അപ്പോൾ ഇതൊരു 3 ദിവസം കൊണ്ട് ഇനി ഇത് ഡ്രൈ ആയി പോവുള്ളൂ. അപ്പം പിന്നെ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യും. ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സിന് കൊടുക്കാറ്. അല്ലാതെ പ്രത്യേകിച്ച് അല്ലാതെ എന്തെങ്കിലും ഗ്രീൻ കെയറോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വിടുന്ന, അല്ലാതെ അത് എപ്പോഴും ഒന്നുമില്ല. എൻ്റെ ഫെനലോപ്സിന് ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഈ കറ്റാർവാഴയുടെ ഈ വെള്ളം ഇങ്ങനെ, കറ്റാർവാഴ ഞെരടി വെച്ച വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇതൊരു പഴയ ഇനമാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ സ്പൈക്ക് ഉണ്ടോ എന്നുള്ളത്, നിറച്ച് പൂക്കളായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ, വലിയ പൂക്കളും. ഇപ്പോൾ ഇതാ ഇതിലെല്ലാം ഫ്ലവർ വന്ന് കഴിഞ്ഞത്. ഇതാ അടുത്ത പുതിയത് വരുന്നുണ്ട്. അപ്പം ഉണ്ടോ, ഒരുപാട് വളങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നമ്മുടെ കാശും നഷ്ടം, നമ്മുടെ സമയവും നഷ്ടം. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കറ്റാർവാഴ വെച്ച് പിടിപ്പിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊരു പഴയ പിന്നെ ഫെനലോപ്സിസ് ആണ്. അതായത് ഏകദേശം ഒരു 17 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും എൻ്റെ കയ്യിലായിട്ട്. വലിയ ഫ്ലവറാണ്, അതിമനോഹരമായിട്ട്. കാരണം സാധാ ഒരു ഫെനലോപ്സിസിൽ ഉണ്ടാകുന്നതിനേക്കാളും നല്ല ഭംഗിയിലും വലുപ്പത്തിലും നല്ല ഫ്ലവർ ഉണ്ടാകുന്നൊരു ഫെനലോപ്സിസ് ആണ്. ഐഡിയ അറിയില്ല, ഐഡി പോയതാണെങ്ങനോ. പക്ഷേ ഇപ്പം ഐഡി പിന്നെ നോക്കിയിട്ട് കാണാനുമില്ല. അപ്പം ഐഡി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ?